പൊന്നുമോള് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നീ ഔദുബിക്കാനല്ല, ഇവള് വഴിതെറ്റുന്നതിൽ നിന്ന്, അവളെ വഴിപിടപ്പിക്കപ്പെടുന്നതിൽ നിന്ന്. പുതിയ ലോകത്ത് എത്ര പ്രസക്തമാണ് മുത്ത് റസൂലിന്റെ ദുആ. നിങ്ങളുടെ മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ദുആ പറഞ്ഞിട്ട് ഇറക്കാവൂ. ഇന്നീ ഔദുബിക്കാനല്ല, അല്ലാഹുവേ എന്റെ പൊന്നുമോൾ ഇറങ്ങുകയാണ്, എന്റെ കൺമുമ്പിൽ നിന്ന് അവള് പോവുകയാണ്. കൺമണിയെ പോലെ കാത്തു സൂക്ഷിച്ച് എന്റെ പൊന്നുമോൾ ഇറങ്ങുമ്പോ അല്ലാഹുവേ ഇന്നീ ഔദുബിക്കാനല്ല, എന്റെ മോള് പിഴച്ചു പോകുന്നതിൽ നിന്ന്, അവള് വഴിപഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അവളുടെ കാല് വഴുതി പോകുന്നതിൽ നിന്ന്, അവളെ വഴുതിക്കപ്പെടുന്നതിൽ നിന്ന്, ആരുടെയെങ്കിലും പ്രലോഭനത്തിൽ അവള് പെട്ടുപോയി എന്റെ മോള് വഴിപഴപ്പിക്കുന്നതിൽ നിന്ന്, അന്നജ്ഹല അവളുടെ അറിവില്ലായ്മയിൽ നിന്ന് നീ അവളെ കാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ട് അവസാനം നിങ്ങൾ കരളുരുകി പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ നിന്നിലെ തവക്കുലാക്കി ഞാൻ എന്റെ മോളെ നിന്നിലേക്ക് ഇറക്കി വിടുകയാണെന്ന് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകൾ വേണ്ടേ? ഏത് മാതാപിതാക്കളാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ടാണ് വനിതാ വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസുകളുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ പെൺകുട്ടികളെ കാത്തിരക്ഷിക്കണം. അവരെ ഒരു മറിയമാക്കാൻ, അവരെ ഒരു ആയിഷയാക്കാൻ, അവരെ ഒരു ഫാത്തിമയാക്കാൻ. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ വിനീതന്റെ പ്രസംഗം കൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ ഹാഫിളീങ്ങളായിട്ടുണ്ട്. ധാരാളം ഹിഫ്ള് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 21-ാം തീയതി കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ജനാബ് ആലിക്കുട്ടി മുസ്ലിയാർ, അല്ലാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ, ഞാൻ മുഖ്യപ്രഭാഷകനാണ്. എന്നെ കണ്ടപ്പോ പറഞ്ഞു, കുട്ടി നിന്നെ നാവുകൊണ്ട് ഈ മലബാറിലും മലപ്പുറത്തും എത്ര ഹാഫിളീങ്ങളാണ് ഉണ്ടായത്, എത്ര ഹിഫ്ള് സ്ഥാപനങ്ങളാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന്റെ തൗഫീഖ് നൽകട്ടെ. ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ ആർക്കും തൃപ്തികരമാവാത്തൊരു ജീവിതത്തിന്റെ ഇടയിൽ ഓട്ടമാണോട്ട സംഘാടകർക്ക് തൃപ്തിയില്ല, ഡേറ്റ് കൊടുത്തവർക്ക് തൃപ്തി, പിരിവ് കുറഞ്ഞാൽ അതൃപ്തി, ഡേറ്റ് ഇല്ലാത്തവർക്ക് അരോചകത്വം. എന്നാ വീട്ടിൽ ചെന്നാലോ വീട്ടിലില്ലെന്ന് ഭാര്യക്ക് പരിഭവം, കാണാനില്ലെന്ന് മക്കൾക്ക് പരാതി, കാണാൻ കിട്ടുന്നില്ലല്ലോ എവിടെ പോയ അയൽപക്കക്കാർ, എന്തിനിങ്ങനെ ഓടുന്നെന്ന് കൂട്ടുകാർ, ഈ പൈസയൊക്കെ ഏത് ബാങ്കിലിട്ടെന്ന് ദോശൈക ദൃക്കുകൾ. ഇങ്ങനെ എല്ലാവരും പരാതികളും പരിമിതികളും പരിദേവനങ്ങളും പറയുമ്പോ ആ സമയത്തൊക്കെ മനസ്സിൽ തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട്. അനുഗ്രഹം മറ്റൊന്നുമല്ല, ആ അനുഗ്രഹം മറ്റൊന്നുമല്ല. ഞാൻ ചെയർമാനും ബഹുമാനനായ ഡോക്ടർ അബ്ദുറഹ്മാൻ ഒളവട്ടൂർ വൈസ് ചെയർമാനും ഞങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ പി ടി അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറി. കഴിഞ്ഞ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് ഒളവട്ടൂർ നിൽക്കുമ്പോ എന്നോട് പറഞ്ഞു, ഒളവട്ടൂരിനെ വാക്കവി മറക്കാറില്ല. അതിന്റെ കാരണം കഴിഞ്ഞ വർഷം ഒളവട്ടൂർ ഞാൻ ഇതേപോലെ പ്രസംഗിക്കുമ്പോ ഇവിടെ നിന്ന് ഞാനും പി ടി അബ്ദുറഹ്മാൻ സാഹിബും ഒളവട്ടൂരും തമ്മിലുള്ള ഒരൊറ്റ കൂടിയാലോചനയാണ് ഇന്ന് കോതക്കുറിശ്ശിയിലെ സ്ഥാപനമുണ്ടായത്. അന്നവര് രണ്ടും എന്നോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുക്കണം. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കൂടി ആ സ്ഥാപനം ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥാപനമായി. 9 ഹാഫിളീങ്ങൾ അവിടെ നിന്ന് ഫാരിഗായി. ഇന്ന് രാവിലെ 12 മണിക്ക് 2 ഹാഫിളീങ്ങൾ, അതൊരാൾ ഹാഫിളായത് 152 ദിവസം കൊണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദിവസം സ്കൂളോടുകൂടി, സ്കൂൾ വിദ്യാഭ്യാസത്തോടുകൂടി 152 ദിവസം കൊണ്ടാണ് ഹാഫിളായത്. കേരളത്തിലെ വലിയ റെക്കോർഡാണ്. ആ കുട്ടി 90 ദിവസം കൊണ്ടാകുമായിരുന്നു. ഞാൻ പറഞ്ഞു, പത്രത്താളുകളിലെ ഫോട്ടോ വേണ്ട, അവൻ മനസ്സിരുത്തിയിട്ട് ഈ ഖുർആൻ മനഃപ്പാഠമാക്കണം. ഇന്ന് 152 ദിവസം കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തോടുകൂടി ഹാഫിളായി 9ാമത്തെ ഹാഫിള്. നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരൻ
ബിലാലാണ് ഹാഫിളായത് നിങ്ങളുടെ നാട്ടുകാരൻ. 152 ദിവസം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ മനസ്സുകൊണ്ട് ഓർത്തുപോവുകയാണ്. എല്ലാ പരാതികളും പരിഭവങ്ങളും പറയുമ്പോഴും എന്റെ മനസ്സിനുള്ളിൽ ആരെയും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ ഈ ജീവിതം എന്തിന് എന്ന് പലപ്പോഴും മനസ്സ് കരയുമ്പോഴും അൽഹംദുലില്ലാഹ് മനസ്സിന്റെ ഏറ്റവും വലിയ ആവേശമേടെന്നറിയോ? രാവിലെ മരം കോച്ചുന്ന തണുപ്പത്ത് സ്ഥാപനത്തിന്റെ മുറ്റത്തിറങ്ങി, ഒറ്റപ്പാലത്ത് കോതക്കുരിശിയിലിറങ്ങി. ഡ്രൈവർ വന്ന് തട്ടി വിളിച്ചു. തണുപ്പിൽ നിന്ന് എഴുന്നേറ്റു. നോക്കിയപ്പോ സമയം കൃത്യം 4:10. നോക്കുമ്പോ മരം കോച്ചുന്ന തണുപ്പത്ത് ആ ഹിഫ്ള് കോളേജിലെ 46 13 വയസ്സ് കഴിയാത്ത കുട്ടികൾ അവര് വുളൂഎടുത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് കൈകെട്ടി. മുറ്റത്ത് നിന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് അകത്തിന്റെ ഉള്ളിൽ അവര് തഹജ്ജുദ് നിസ്കാരത്തിന് കൈകെട്ടുകയാണ്. നിഷ്കളങ്കരായ നിർമ്മല ഹൃദയമുള്ള 60 വിദ്യാർത്ഥികൾ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടദുആ, അല്ലാഹുവേ, നാട് മുഴുവനും ഓടി നടന്ന് അവസാനം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഞങ്ങളുടെ ബാക്കി ഉസ്താദിനെ നീ കാത്തോളണേ അല്ലാഹ്. ഈ ഒരൊറ്റ ദുആയാണ് ജീവിതത്തിന്റെ എല്ലാ പരാതികൾക്കിടയിലും മനസ്സിൽ തൊട്ട് ജീവിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് ബീജാഭാവം നടത്തിയത് ഈ ഒളവട്ടൂരിന്റെ മണ്ണിൽ നിന്നാണ്. എങ്ങനെയാണ് ഞാൻ ഒളവട്ടൂരിനെ മറക്കുക? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള 3ാമത്തെ കടമ വഖിറാഅത്തുൽ ഖുർആൻ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ കലാമിനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മടുക്കാത്ത മാതാപിതാക്കൾ പടച്ചറപ്പിന് മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. വഖിറാഅത്തുൽ ഖുർആൻ. നിങ്ങളുടെ മക്കളെ നിങ്ങളെ ഖിറാഅത്ത് പഠിപ്പിക്കണേ. 100 കണക്കിന് സ്ഥാപനങ്ങൾ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇനി ഒരാഗ്രഹമുണ്ട്. ഇനി 100 കണക്കിന് പെൺകുട്ടികൾ ഹാഫിളത്താവണം. ഓരോ ദിവസവും എനിക്ക് വരുന്ന ഫോൺ കോൾ, ഉസ്താദേ, പെൺകുട്ടികൾക്ക് ഹാഫിളത്താവാൻ. എനിക്ക് നിയ്യത്ത് വന്നൊരു മിനിങ്ങാണ്. മംഗലാപുരത്ത് യുറ്റി ഖാദർ സാഹിബിന്റെ 11 വയസ്സുള്ള ഔവ എന്ന പൊന്നുമോൾ, അവളുടെ ഖിറാഅത്ത് കേട്ടിട്ട് തരിച്ചു നിന്നുപോയി. എത്ര തജ്വീദോടെ വറത്തിലിൽ ഖുർആന തർതീലാ. ആ പൊന്നുമോളുടെ നാവിൽ നിന്ന് ഖുർആൻ തജ്വീദോടെ ശ്രവണ മധുരധാരയായി പെയ്തിറങ്ങിയപ്പോ അടുത്തിരുന്നോത്ത് പോയി. അല്ലാഹുവേ, എന്റെ പൊന്നുമോളെയും ഹാഫിളത്താക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.